മക്കളെ നമസ്കാരം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ചാപ്റ്ററിൻ്റെ 12ാമത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ ഹെഡിങ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഡിസ്കഷൻ പ്രോബ്ലംസ് 2.1. ഡിസ്കഷൻ പ്രോബ്ലംസ് 2.1 ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് വേറെ പറയും. അപ്പം നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ഞാൻ സൊല്യൂഷൻ എഴുതുമ്പോൾ ഓരോന്നും ശ്രദ്ധിക്കുക, അതും പകർത്തി എഴുതുക. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ് ആണ് ചോദ്യം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ്. അതിലൊന്നാമത്തത് സൈൻ ഇൻവേഴ്സിൽ സൈൻ 3π/5. സെക്കൻഡ്, സൈൻ ഇൻവേഴ്സിൽ സൈൻ 5 3, കോസ് ഇൻവേഴ്സ് കോസ് -7π/6. 4, കോസ് ഇൻവേഴ്സ് കോസ് 12. 5, tan inverse tan 3π/4. 6, tan inverse tan 3. 7, cot inverse cot -π/5. 8, cot inverse cot 3π/5. 9, sec inverse sec -π/10. 10, sec inverse sec 3. 11, cosec inverse cosec 5π/6. 12, cosec inverse cosec -3π/4. ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ. ഞാനിതിന് ഓരോന്നായിട്ട് ആൻസേഴ്സിലേക്ക് വരാം. സൊല്യൂഷൻസ്. ഫസ്റ്റ് വൺ, സൈൻ ഇൻവേഴ്സ് അതിനകത്ത് സൈൻ ഓഫ് 3π/5. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് പറയേണ്ടത്. ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിലും ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞാലും നിങ്ങളൊരു ഇൻവേഴ്സിൻ്റെ ആൻസർ എഴുതുമ്പോൾ ആ ആൻസർ നിർബന്ധമായിട്ടും പ്രിൻസിപ്പൽ റേഞ്ചിലുള്ള ആൻസർ ആവണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് തോന്നുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ അല്ലേ?
സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി നമ്പർ 1-ൽ. പക്ഷേ ആ തീറ്റന്റെ പ്രശ്നം ഇറ്റ് ഷുഡ് ബി ഇൻ ദ പ്രിൻസിപ്പൽ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ആ തീറ്റക്ക് പകരം എത്രയാണ് 3π/5. ഇനി അടുത്ത ആലോചന, 3π/5 എന്ന നമ്പർ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ചിനകത്തോ പുറത്തോ? അകത്താണെങ്കിൽ ഇതിന്റെ ആൻസർ 3π/5 എന്ന് എഴുതിയാൽ മതി. പുറത്താണെങ്കിൽ 3π/5 എഴുതിയാൽ തെറ്റാണ്. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 ആണ്. π/2 എന്ന് പറഞ്ഞാൽ ഡിഗ്രി കണക്കിന് പറയണ 90 ഡിഗ്രി, -π/2 പറഞ്ഞാൽ -90 ഡിഗ്രി. അപ്പൊ ഡിഗ്രി കണക്കിൽ പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് -90 ഡിഗ്രി ടു 90 ഡിഗ്രി. നമ്പർ ആക്കിയിട്ട് റേഡിയനിൽ പറഞ്ഞാൽ -π/2 to π/2 ക്ലോസ്ഡ് ഇന്റർവൽ. അത് ഡെസിമൽ വാല്യൂ അപ്രോക്സിമേറ്റ് പറയുമ്പോൾ π/2ന്റെ അപ്രോക്സിമേഷൻ 1.5 സംതിങ് ആണ്. -π/2 പറഞ്ഞാൽ -1.5 സംതിങ്. അപ്പൊ -1.5 സംതിങ് മുതൽ 1.5 സംതിങ് വരെ റേഞ്ച് ഉള്ളൂ. അഥവാ -π/2 to π/2 വരെ റേഞ്ച് ഉള്ളൂ. ഡിഗ്രിയിൽ പറഞ്ഞാൽ -90 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ റേഞ്ച് ഉള്ളൂ. ഇനി നിങ്ങൾ 3π/5നെ പറ്റി ആലോചിച്ചാൽ π/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 36 ഡിഗ്രിയാണ്. അപ്പൊ 3π/5 എന്ന് പറയുമ്പോൾ 3×36 108 ഡിഗ്രിയാ. 90 ഡിഗ്രി വരെ റേഞ്ച് ഉള്ളൂ സൈൻ ഇൻവേഴ്സിന്, അതിൽ 108 ഡിഗ്രി ഉണ്ടാവില്ല. അപ്പൊ 3π/5 എന്ന നമ്പർ π/2ന്റെ മുകളിലാണ്, അഥവാ സൈൻ ഇൻവേഴ്സ് റേഞ്ചിന്റെ പുറത്താണ്. അപ്പൊ ഇതിന്റെ ആൻസർ 3π/5 എന്ന് എഴുതിയാൽ തെറ്റാണ്. അപ്പൊ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സഹായം ട്രിഗണോമെട്രിയോട് ചോദിക്കണം. ഞാൻ കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് ഇവിടെ നിൽക്കട്ടെ. സൈൻ ഓഫ് 3π/5നെ നമുക്ക് π മൈനസ് 2π/5 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പില് സൈൻ ഇൻവേഴ്സ്. ഇനി അവിടെ സൈനിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്ക്. സൈനിൻ്റെ ഉള്ളിൽ ഇതൊരു തീറ്റ വിചാരിക്ക്. അപ്പൊ സൈൻ ഓഫ് π മൈനസ് തീറ്റ, അത് ഫസ്റ്റ് ഇയറിലേക്ക് പോകണം. സൈൻ ഓഫ് π മൈനസ് തീറ്റ, സൈൻ ഓഫ് 180 ഡിഗ്രി മൈനസ് തീറ്റ, യെസ് സൈൻ തീറ്റ. അപ്പൊ ഇതെന്താവും? സൈൻ ഓഫ് 2π/5 എന്നാവും. അപ്പൊ നിങ്ങൾ നോക്ക്, ആ 3π/5 അവിടെ പോയിട്ട് ഒന്നും കൂടി ചെറുതായി 2π/5 എന്നായില്ലേ. 2π/5 എന്ന് പറയുമ്പോൾ 2 × 36 ഡിഗ്രി 72 ഡിഗ്രി, അത് 90 ഡിഗ്രിന്റെ ഉള്ളിലല്ലേ. സോ ആ നമ്പർ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലല്ലേ. അപ്പൊ നമുക്കൊരു സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ വന്നില്ലേ. ആ തീറ്റ -π/2 to π/2ലാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ആൻസർ 2π/5 ആണ് കറക്റ്റ് ആൻസർ. 3π/5 ഏരിയ തെറ്റായി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് പരിപാടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യന് സൈൻ ഇൻവേഴ്സ് തന്നെയാണ്. സൈൻ ഇൻവേഴ്സിൽ ബ്രാക്കറ്റിലുള്ളത് sin 5 5 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ 5. നമ്മൾ 5 റുപ്യ എന്നൊക്കെ പറയുന്നത് 5 ആണ്. 5 കിലോ എന്നൊക്കെ പറഞ്ഞാൽ 5 ആണ്. 5 ഡിഗ്രി അല്ല കേട്ടോ. 5 ഡിഗ്രി ആകുമ്പോൾ പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞ ഡിഗ്രി സിമ്പിൾ നിർബന്ധമായിട്ട് എഴുതും. അപ്പം എഴുതാത്തത് കൊണ്ട് 5 മാത്രം എഴുതിയോണ്ട് അത് 5 ഡിഗ്രി അല്ല, 5 റേഡിയൻ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിന്റെ ആൻസർ 5 എന്ന് എഴുതിയാൽ ശരിയോ തെറ്റോ? ഇതിന്റെ ആൻസർ 5 എന്ന് എഴുതിയാൽ ശരിയോ തെറ്റോ? അപ്പം വളരെ സിമ്പിളാ. നിങ്ങൾ ആലോചിക്കേണ്ടത് 5 എന്ന നമ്പർ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനകത്തോ പുറത്തോ? സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് -π/2 to π/2. π/2ന്റെ അപ്രോക്സിമേഷൻ 1.5 സംതിങ്. അപ്പൊ 1.5 സംതിങ് വരെ ഉള്ളൂടാ. അതിന്റെ ഒക്കെ ഒരുപാട് മുകളിലല്ലേ 5. അപ്പൊ 5 എഴുതിയാൽ തെറ്റാണ്. 5 തെറ്റാണ്. 5 ഡിഗ്രി ആണെങ്കിൽ ശരിയാണ്. ഡിഗ്രി കണക്കിൽ പറയുമ്പോൾ 90 ഡിഗ്രി വരെ ഉണ്ട്. അപ്പൊ ഇത് 5 ഡിഗ്രി ആണെങ്കിൽ 5 ഡിഗ്രി എഴുതിയാൽ ശരിയാണ് ആൻസർ. പക്ഷെ ഇത് 5 റേഡിയൻ ആയതുകൊണ്ട് ആ നമ്പർ റേഞ്ചിലില്ല. അപ്പൊ അതിനെ ചെറുതാക്കാനുള്ള പണി നോക്കണം. അപ്പൊ ശ്രദ്ധിച്ചോ, നേരത്തെ ചെയ്ത പോലെ തന്നെ ആലോചിക്കാൻ പോവാണ്. നേരത്തെ ഒരു സുഖം ഉണ്ടായിരുന്നു. 3π/5 അവിടെ ഒരു പൈ കുടുങ്ങിക്കിടന്നിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പൈ കുടുങ്ങിക്കിടക്കുന്നില്ല. അപ്പൊ വെറും നമ്പർ, പൈ ഒന്നും ഇല്ലാത്ത വെറും നമ്പർ വന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം, ഇപ്പൊ നമ്മൾ ആ നമ്പർ 5 അല്ലേ, 5ന്റെ ഏറ്റവും അടുത്തുള്ള പൈന്റെ മൾട്ടിപ്പിൾ ആലോചിക്കും. പൈന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.14 ആണ്. അപ്പൊ പൈന്റെ മൾട്ടിപ്പിൾ പറയുമ്പോൾ π, 2π, 3π, 4π എക്സെട്ര.
ഇതിൽ ഏത് മൾട്ടിപ്പിളാണ് 5ന്റെ ഏറ്റവും അടുത്തുള്ളത്? മേലെ ആയാലും താഴെ ആയാലും കുഴപ്പമില്ല, 5ന്റെ മുകളിലായാലും താഴെ ആയാലും കുഴപ്പമില്ല, ഏറ്റവും അടുത്താവണം. പൈ 3.14 അല്ലടാ. അപ്പൊ 2 പൈയോ 6.28. 3.14 ആണോ 6.28 ആണോ 5ന്റെ അടുത്തുണ്ടാവുക? ഏതാ? യെസ്, 6.28 ഉണ്ടാവുക 5ന്റെ അടുത്ത്. അപ്പൊ ആ 2 പൈ ആണ് 5ന്റെ ഏറ്റവും അടുത്തുള്ള പൈന്റെ മൾട്ടിപ്പിളും തിരിച്ചറിഞ്ഞല്ലോ. ഇനി അത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട് ഇവിടെ. നിങ്ങൾ ചെയ്യാൻ പോണത് ഈ വെറുതെ നിൽക്കുന്ന 5നെ 2 പൈ +5 -2 പൈ എന്ന് എഴുതിയത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മളൊരു 2 പൈ പ്ലസ് ചെയ്തു, ഒരു 2 പൈ അവിടെ തന്നെ മൈനസും ചെയ്തു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. 5 അതേപോലെ അവിടെ ഉണ്ട്. അതെന്തേ 2 പൈ എന്നെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. 5ന്റെ ഏറ്റവും അടുത്തുള്ള പൈൻ്റെ മൾട്ടിപ്പിൾ. ഓക്കെ, ഇനി തിരിച്ചു പോവാം. സൈൻ ഇൻവേഴ്സ് പുറത്ത് നിൽക്കട്ടെ. ഇനി ആ ബ്രാക്കറ്റിൽ സൈൻ ഓഫ്, മക്കളെ ഇതൊരു തീറ്റ വിചാരിക്കുക. അപ്പൊ സൈൻ ഓഫ് 2 പൈ പ്ലസ് തീറ്റ എത്ര ആയിക്കോട്ടെ, 2 പൈ ആ മൊത്തത്തിലൊരു തീറ്റ. സൈൻ ഓഫ് 2 പൈ പ്ലസ് തീറ്റ, സൈൻ ഓഫ് 360 ഡിഗ്രി പ്ലസ് തീറ്റ. ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രിയിലേക്ക് പോ. സൈൻ ഓഫ് 2 പൈ പ്ലസ് തീറ്റ, യെസ്, സൈൻ തീറ്റ. സൈൻ ഓഫ് 2 പൈ പ്ലസ് തീറ്റ, സൈൻ തീറ്റ. അപ്പൊ തീറ്റയ്ക്ക് പകരം 5 - 2 പൈ. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ 5 പോയിട്ട് അവിടെ പുതിയൊരു നമ്പർ കിടക്കുന്നു, 5 - 2 പൈ. 5ന്ന് 2 പൈ കുറച്ചാൽ എത്ര ഉണ്ടാവും ഏകദേശം? 2 പൈന്റെ വില ഞാൻ നേരത്തെ പറഞ്ഞു 6.28. അപ്പൊ 5ന്ന് 6.28 കുറച്ചാൽ -1.28 അല്ലേ? -1.5 സംതിങ് വരെ റേഞ്ചില്ലേ താഴോട്ട് സൈൻ ഇൻവേഴ്സിന്? അതിൻ്റെ ഉള്ളിലല്ലേ -1.28 ഉണ്ടാവുക. അപ്പൊ ഈ 5 - 2 പൈ എന്ന നമ്പർ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിലാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ, തീറ്റ ഈസ് ഇൻ ദ പ്രിൻസിപ്പൽ റേഞ്ച്. അപ്പൊ ഇനി നിങ്ങൾ ചികിത്സ ഒന്നും കൊടുക്കണ്ട, 5 - 2 പൈ ഇതിന്റെ കറക്റ്റ് ആൻസറാണ്. അപ്പൊ പൈന്റെ മൾട്ടിപ്പിൾ അല്ലാതെ 5, 10 എന്നൊക്കെ വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി തേർഡിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതേപോലെ കോസ് ഇൻവേഴ്സിലാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിൽ കോസ് ഓഫ് നെഗറ്റീവോട് കൂടി 7π/6. ആദ്യത്തെ ആലോചന, ഇതൊരു കോസ് ഇൻവേഴ്സ് കോസ് തീറ്റയാണ്. തീറ്റ എന്ന് എഴുതാൻ പറ്റുമോ? തീറ്റ എന്ന് എഴുതിയാൽ ആൻസർ -7π/6 വരും. നെഗറ്റീവ് നമ്പറേ ഇല്ലല്ലോ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിൽ. കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിൽ 0 to π 0 മുതൽ 3.14 വരെ അപ്രോക്സിമേറ്റ്ലി. അതിനകത്ത് നെഗറ്റീവേ ഇല്ല. അപ്പൊ ആ -7π/6 എഴുതിയാൽ തെറ്റാണ്. അപ്പൊ ഏറ്റവും ആദ്യം ചികിത്സ ആ മൈനസിന് കൊടുക്കണം. അപ്പൊ എവിടെയാണ് ഇപ്പൊ ആ മൈനസ് ഉള്ളത്? എവിടെ ഉള്ളത്? കോസിന്റെ ഉള്ളില്. അത് ഫസ്റ്റ് ഇയറാ. കോസ് മൈനസ് തീറ്റ, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ആ മൈനസ് അവിടെ വേണ്ട. ശരിക്ക് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നത്. ആ മൈനസ് അവിടെ ഇല്ലെങ്കിലും അത് ഉണ്ടായാലും ഒരേ ആൻസർ തന്നെയാണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പൊ അത് കോസ് 7π/6. അപ്പൊ മൈനസ് പോയി. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ അവിടെ തീറ്റക്ക് പകരം 7π/6 ആണുള്ളത്. 7π/6 എന്ന് പറയുമ്പോൾ 7 × 30 ഡിഗ്രി 210 ഡിഗ്രിയാ. 0 to π വരെയാ റേഞ്ച്, 0 to 180 ഡിഗ്രി വരെയാ റേഞ്ച്. 180 ഡിഗ്രിന്റെ പുറത്തല്ലേ 210 ഡിഗ്രി വരിക. അപ്പൊ 7π/6 പൈന്റെ മുകളിലാണ്, അത് റേഞ്ചിൽ ഉണ്ടാവില്ല. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്തേ പറ്റൂ. 7π/6 എഴുതിയാൽ തെറ്റാ. അപ്പൊ അതിനെ 7π/6 നിങ്ങളൊന്ന് ആലോചിക്ക്, ചെറുതാക്കാൻ വേണ്ടിയിട്ട്. പൈ പ്ലസ് π/6 ശരിയല്ലേ? പൈ പ്ലസ് π/6 ആണ് 7π/6. ഇനി അവിടെ ഫസ്റ്റ് ഇയർ തന്നെയാണ്, ഉള്ളിലേക്ക് കോസ് ഇൻവേഴ്സ് ഇവിടെ നിൽക്കട്ടെ. കോസ് കേട്ടോക്ക്, ഇതൊരു തീറ്റ എന്ന് വിചാരിച്ചു. കോസ് പൈ പ്ലസ് തീറ്റ, കോസ് 180 ഡിഗ്രി പ്ലസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിൽ മൈനസ് കോസ് തീറ്റ. യെസ്, മൈനസ് കോസ് തീറ്റ. അപ്പം മൈനസ് കോസ് π/6. ഇനി ആ ഒരു മൈനസിനെ ചികിത്സിക്ക്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഓഫ് സംതിങ്. കോസ് ഇൻവേഴ്സ് -x നമ്മൾ കേട്ടത് π - കോസ് ഇൻവേഴ്സ് x. അപ്പൊ ആ മൈനസിനെ ചികിത്സിക്കുമ്പോൾ π - കോസ് ഇൻവേഴ്സ് അവസാനം അങ്ങനെ എഴുതാം, കോസ് π/6.
ഇപ്പോൾ ആ പൈ കഴിഞ്ഞിട്ട് ഒരു മൈനസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ അല്ലേ? തീറ്റക്ക് വേറെ π/6 അല്ലേ? π/6 കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിനുള്ളിലോ പുറത്തോ? 0 to π വരെ റേഞ്ചില്ലടാ. അപ്പൊ π/6 ഉള്ളിലല്ലേ? അപ്പൊ ആ ലാസ്റ്റ് ആൻസർ അവിടെ π/6 കറക്റ്റാ. π/6. അപ്പൊ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6π മൈനസ് പൈ, 6 ക്രോസ് ചെയ്യുമ്പോൾ 6π മൈനസ് പൈ, 5π/6 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണം. ആ മൈനസ് മാനേജ് ചെയ്തത് ആദ്യത്തെ മൈനസ് പോയി, പിന്നത്തെ മൈനസ് പൈ മൈനസ് ആയി. നല്ലോണം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ ഫോർത്ത് പ്രോബ്ലം. ഫോർത്ത് വൺ വരുന്നത് കോസ് ഇൻവേഴ്സ് തന്നെയാണ്. കോസ് ഇൻവേഴ്സിൽ കോസ് ഓഫ് നേരത്തെ സൈൻ്റെ കേസിൽ 5 വന്നതിന് പകരം അവിടെ 12. ഈ 12 പറഞ്ഞാൽ 12 ഡിഗ്രി അല്ല, 12 റേഡിയൻ അഥവാ 12 എന്ന റിയൽ നമ്പറാണ്. അപ്പോൾ ആലോചിക്കേണ്ടത് 12 എന്ന നമ്പർ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിന്റെ അകത്തോ പുറത്തോ? അകത്താണെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും ഇല്ല, അതിന് നിങ്ങൾ 12 എഴുതിച്ചാൽ മാർക്ക് കിട്ടും. പുറത്താണെ മാർക്ക് കിട്ടൂല. 12 ഒന്നുമില്ല റേഞ്ചിൽ, 0 to π വരെ റേഞ്ചുള്ളൂ. π എന്ന് പറഞ്ഞാൽ 3.14 3.14ന്റെ ഒക്കെ ഒരുപാട് മുകളിലല്ലേ 12 ഉണ്ടാവുക. അപ്പൊ 12നെ റെഡ്യൂസ് ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ നേരത്തെ സൈൻ ഇൻവേഴ്സ് ചെയ്ത പോലെ ആ നമ്പറിനെ ചെറുതാക്കണം. നേരത്തെ 5നെ നമ്മൾ 5ന്റെ അടുത്തുള്ള പൈന്റെ മൾട്ടിപ്പിൾ ആലോചിച്ച പോലെ 12 ഉള്ളതുകൊണ്ട് 12ന്റെ ഏറ്റവും അടുത്തുള്ള പൈന്റെ മൾട്ടിപ്പിൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ. 1 പൈ, 2 പൈ, 3 പൈ, 4 പൈ, 5 പൈ, അങ്ങനല്ലേ പോണേ പൈന്റെ മൾട്ടിപ്പിൾ. 1 പൈ 3.14, 2 പൈ 6.28, 3 പൈ എന്ന് പറയുമ്പോൾ 9 പോയിന്റ് വരും, 4 പൈ എന്ന് പറയുമ്പോൾ 4 × 3.14 12 പോയിന്റ് വരും. അപ്പൊ അതല്ലേ 12ന്റെ ഏറ്റവും അടുത്തുള്ളത് 4 പൈ. അപ്പൊ 4 പൈനെയാണ് കൊണ്ടുവരേണ്ടത്. 4 പൈ ഇവിടെ അങ്ങോട്ട് വെറുതെ പ്ലസ് ചെയ്യുക, 12 എഴുതുക. ആ പ്ലസ് ചെയ്തത് ചേഞ്ച് ഇല്ലായിരിക്കാൻ അപ്പുറത്ത് മൈനസും ചെയ്യുക. പ്രത്യേകിച്ച് കേടൊന്നും ഇല്ല. അടുത്ത സ്റ്റെപ്പിൽ കോസ് ഇൻവേഴ്സിൽ ബ്രാക്കറ്റിൽ ഇനി നിങ്ങൾ നോക്ക്, ഈ 4 പൈ കഴിഞ്ഞ് ബാക്കിയുള്ള ഈ സാധനം നിങ്ങൾ തീറ്റ വിചാരിക്കുക. കോസ് 4 പൈ പ്ലസ് തീറ്റ, കോസ് 2 പൈ പ്ലസ് തീറ്റ ആയാലും 4 പൈ പ്ലസ് തീറ്റ ആയാലും ഒക്കെ കോസ് തീറ്റയാണ്. അപ്പൊ ഇത് കോസ് തീറ്റ. കോസ് തീറ്റക്ക് പകരം 12 മൈനസ് 4 പൈ. ഇപ്പൊ 12 പോയിട്ട് വേറെ നമ്പർ അവിടെ കിടക്കുന്നത്. എത്രയാ കിടക്കണേ? 12 മൈനസ് 4 പൈ എന്നാ കിടക്കണേ. അപ്പൊ നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത് 12 മൈനസ് 4 പൈ എന്ന നമ്പർ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിനകത്തോ പുറത്തോ? നല്ലോണം ആലോചിക്കണം, ഇതൊക്കെ തെറ്റിപ്പോകും വേഗം. 12ന്ന് 4 പൈ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏകദേശം എത്രയാണ്? 4 പൈന്റെ വില 12 പോയിന്റ് സംതിങ്. അപ്പൊ 12ന്ന് 12 പോയിന്റ് കുറച്ചാൽ എത്ര ആവട്ടെ? നെഗറ്റീവ് അല്ലേ വരിക? ചെറുതെന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവ് അല്ലേ വരിക? അപ്പൊ 12ന്ന് 12 പോയിന്റ് കുറച്ചാൽ നെഗറ്റീവാ വരിക. അപ്പോ 12 മൈനസ് 4 പൈ ഒരു നെഗറ്റീവ് നമ്പറാ. 12 മൈനസ് 4 പൈ എന്നത് ഒരു നെഗറ്റീവ് നമ്പറാ. ഇതൊരു നെഗറ്റീവ് നമ്പറാ. അത് നിങ്ങൾ എഴുതി വെച്ചാൽ തെറ്റാ. കാരണം കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിൽ നെഗറ്റീവ് നമ്പറിന്റെ പരിപാടിയല്ല, 0 to π ആണ്. അപ്പൊ ഇത് 12 മൈനസ് 4 പൈയും എഴുതാൻ പറ്റൂല. ഇനിയിപ്പോൾ എന്താ ചികിത്സ എന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ ഒരു സ്റ്റെപ്പ് എഴുതാം. നിങ്ങൾ ശ്രദ്ധിക്കുക, കോസിന്റെ ഒരു പെർമിഷനോട് കൂടി ഞാനൊരു സ്റ്റെപ്പ് എഴുതാം. കോസിന്റെ ഒരു പെർമിഷൻ അങ്ങനെ ഉണ്ടോ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ 12 മൈനസ് 4 പൈന് എവിടെ 4 പൈ മൈനസ് 12 എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാൻ കോസ് സമ്മതിക്കുമോ? കോസിന് അങ്ങനെ ഒരു സമ്മതം ഉണ്ടോ? ഉണ്ട്. കാരണം കോസ് മൈനസ് തീറ്റ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് എന്താ? കോസ് തീറ്റ എന്നല്ലേ. അപ്പൊ കോസ് എ മൈനസ് ബി ആയാലും കോസ് ബി മൈനസ് എ ആയാലും ഒരേ ആൻസറാ. അപ്പൊ കോസ് 12 മൈനസ് 4 പൈ ആയാലും കോസ് 4 പൈ മൈനസ് 12 ആയാലും ഒരേ ആൻസറാ. ആ എഴുത്തുകൊണ്ട് കോസിന് യാതൊരു കുഴപ്പമില്ല. ആ എഴുത്തുകൊണ്ട് നമുക്കുണ്ടായ സൗകര്യം എന്താണ്? ഇനി നിങ്ങൾ നോക്ക്, ഞാൻ ആ പച്ചവെള്ളം വരച്ച ആംഗിൾ നോക്ക്. 4 പൈ മൈനസ് 12 അല്ലേ തീറ്റക്ക് പകരപ്പെടുള്ളത്? 4 പൈന്ന് 12 കുറച്ചാൽ എത്രയാ? 4 പൈ എന്ന് പറഞ്ഞാൽ 12 പോയിന്റടാ. 12 പോയിന്റ് 12 കുറച്ചാൽ പോസിറ്റീവ് അല്ലേ? 0 പോയിന്റ് പോസിറ്റീവ് 0 പോയിന്റ് അല്ലേ വരിക? അപ്പൊ അത് റേഞ്ചിലാണ്. അപ്പൊ ആൻസറിൽ നമ്മൾ എത്തി. ലാസ്റ്റ് ആൻസർ ഈസ് 4 പൈ മൈനസ് 12. ഓക്കെ, അപ്പൊ കോസിന്റെ കേസിൽ നല്ലോണം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നല്ല നല്ല ആലോചന ഇല്ലെങ്കിൽ ഇതൊക്കെ തെറ്റിപ്പോകും. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ നോക്കാം.
5 ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് 3π/4 എഴുതിയാൽ കുഴപ്പമുണ്ടോന്നാണ്. 3π/4 എഴുതിയാൽ ശരിയാവണമെങ്കിൽ 3π/4 ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിൽ വരണം. ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് പ്രിൻസിപ്പൽ റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -π/2 to π/2 ആ. അതിൻ്റെ ഉള്ളിൽ 3π/4 ഉണ്ടോ അതോ അതിൻ്റെ പുറത്താണോ? എടാ π/2 എന്ന് പറഞ്ഞാൽ അര പയ്യ, 3π/4 പറഞ്ഞാൽ 3/4 പയ്യ. അപ്പൊ അര പൈൻ്റെ മുകളിലല്ലേ 3/4 പൈ ഉണ്ടാവുക. അപ്പൊ അത് റേഞ്ചിന്റെ പുറത്താണ്. അപ്പൊ 3π/4 നമ്മൾ ചെറുതാക്കിയിട്ട് കൊണ്ടുവരണം, റേഞ്ചിലേക്ക് കൊണ്ടുവരണം. വേഗം ശ്രദ്ധിച്ചോ. ടാൻ ഇൻവേഴ്സ് ഇത് നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ടാൻ ഓഫ് 3π/4 എങ്ങനെ വായിക്കാം? π-π/4. അടുത്ത സ്റ്റെപ്പില് ടാൻ ഇൻവേഴ്സ് ഉള്ളില് ടാൻ ഓഫ് π-θ. അതാ ഈ π/4 നിങ്ങളൊരു തീറ്റ വിചാരിക്കും മക്കളെ. അപ്പൊ ടാൻ π-θ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് എന്തായിരുന്നു? ടാൻ π-θ, ടാൻ 180 - θ സെക്കൻഡ് ക്വാഡ്രന്റില് ടാൻ്റെ ചിഹ്നം നെഗറ്റീവ് ടാൻ തീറ്റ. അപ്പൊ മൈനസ് ടാൻ π/4. ഇനി ആ മൈനസിനെ പറ്റി ആലോചിക്കുക. എവിടെയപ്പാ മൈനസ്? ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളില് മൈനസ് സംതിങ്. ടാൻ ഇൻവേഴ്സ് -x മൈനസ് ടാൻ ഇൻവേഴ്സ് x ആ. അപ്പൊ ആ മൈനസ് ടാൻ ഇൻവേഴ്സ് എടുത്ത് പുറത്തേക്ക് ഇടും. അപ്പൊ ദാ മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ π/4. ഇനി നിങ്ങൾ ലാസ്റ്റ് ആലോചിക്കേണ്ടത് മൈനസ് അവിടെ കിടന്നോട്ടെ, ആ അകത്തുള്ള സാധനം ടാൻ π/4 പുറത്ത് ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഒരു ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ വന്നില്ലേ? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ, തീറ്റയ്ക്ക് വരെ π/4. π/4 π/2 താഴെ ആയതുകൊണ്ട് അത് ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് π/4 എഴുതുന്നതിന് വിരോധമല്ല, മുന്നിലൊരു മൈനസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ആൻസർ. ഓക്കെ. ഇനി നമ്മൾ ആറാമത്തെ ചോദ്യം. ടാൻ ഇൻവേഴ്സ് തന്നെ ഒരു പ്രോബ്ലം കൂടി വരുന്നുണ്ട്. ടാൻ ഇൻവേഴ്സ് ടാൻ 3 എന്നാണ്. 3 എന്ന് പറഞ്ഞാൽ റേഡിയൻ 3. അവിടെ പൈ ഒന്നുമില്ല, പൈൻ്റെ മൾട്ടിപ്പിൾ ഒന്നുമില്ല, വെറും 3. നേരത്തെ 5, 12 ഒക്കെ വന്ന മാതിരി 3. ഇത് 3 എഴുതിയാൽ ശരിയോ തെറ്റോ? 3 എഴുതിയാൽ ശരിയോ തെറ്റോ? 3 എഴുതിയാൽ ശരിയാണ്. എപ്പോ? ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിൽ 3 ഉണ്ടെങ്കിൽ. ആ ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിൽ 3 ഇല്ലെങ്കിൽ അത് തെറ്റുമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് വീട്ടുകാലേക്ക് ഓപ്പൺ ഇന്റർവൽ -π/2 to π/2. π/2 എന്ന് പറഞ്ഞാൽ 3.14/2, 1.5 സംതിങ് ആ. അപ്പൊ 1.55 സംതിങ് ആണ് π/2. അതിന്റെ മുകളിലല്ലേ 3 ഉണ്ടാവുക. അപ്പൊ 3 എഴുതിയാൽ തെറ്റാണ്. അപ്പൊ 3 ചെറുതാക്കാനുള്ള പണി ആലോചിക്കണം. നേരത്തെ 5-നെയും 12-നെയും ഒക്കെ ചെയ്ത പോലെ ഈ 3ന്റെ ഏറ്റവും അടുത്തുള്ള പൈൻ്റെ മൾട്ടിപ്പിളാലേക്ക് 1 പൈ 3.14, 2 പൈ 6.28. അതിലേതാ 3ന്റെ അടുത്തുള്ളത്? 1 പൈ. യെസ്, കറക്റ്റാണ്. അപ്പോൾ പൈ ഇവിടെ വെറുതെ പ്ലസ് ചെയ്യുക, 3 എഴുതുക, ആ പൈ അവിടെ മൈനസും ചെയ്യുക. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി ആ ടാനിനകത്ത് ഈ പൈ കഴിഞ്ഞ് ബാക്കിയുള്ള ഇതൊരു തീറ്റ എന്ന് വിചാരിക്കും. 3 - π തീറ്റ വിചാരിക്കും. ടാൻ പൈ പ്ലസ് തീറ്റ, ടാൻ 180 ഡിഗ്രി പ്ലസ് തീറ്റ. 180 പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാർട്ടറിൽ ടാൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് ടാൻ തീറ്റ എന്നാവും. ടാൻ പൈ പ്ലസ് തീറ്റ ടാൻ തീറ്റ എന്നാവും. 180 ആയതുകൊണ്ട് ടാൻ തന്നെ. ഇനി അവിടെ ഇപ്പോൾ അതാ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഏതാണ് നമ്പർ? 3 - π. 3 - πൻ്റെ വലിപ്പാലേക്ക് 3ന്ന് 3.14 കുറച്ചാൽ -0.14 അല്ലേ വരിക. -π/2 to π/2 ഓപ്പൺ ഇന്റർവൽ റേഞ്ചിലെ ടാൻ ഇൻവേഴ്സിന് അതിൻ്റെ ഉള്ളിൽ -0 പോയിന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ 3 - π എന്ന നമ്പർ ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ 3 - π എന്ന് എഴുതിയാൽ കറക്റ്റാണ്. 3 - π കറക്റ്റാണ്. ഓക്കെ. ഇനിയിപ്പോൾ 6 പറഞ്ഞു. അടുത്ത 6 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ് തോന്നുന്നത്. കാരണം ഇത് വീഡിയോ ലെങ്ത് കൂടിയാൽ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാനും പ്രയാസമാവും. അപ്പോൾ ഈ 6 നന്നായിട്ട് പഠിക്കുക. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ.